ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവൂ. ഇവിടെ ഞാൻ 4 പ്രോബ്ലം കൂടെ ചെയ്യുകയാണ്. cos 3 - 5x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, tan √x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, sin സ്ക്വയർഡ് x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, √tan x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 4 പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് y = cos 3 - 5. ഈ തന്നിരിക്കുന്ന എല്ലാത്തിനകത്തും y = എന്ന് എഴുതുക. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. 3 - 5x പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ത്രീ - 5x = u. അപ്പോൾ ഇവിടെ cos u എന്ന് വരും. 3 - 5x വരെ u എടുക്കുമ്പോൾ cos u, y = cos u. y = cos u എന്ന് കിട്ടും, u = 3 - 5x എന്ന് കിട്ടും. ഇനി y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൈയുടെ റൈറ്റ് സൈഡ് cos u ആണ്. cos u ഈസ് എ ഫംഗ്ഷൻ ഓഫ് u. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു u ആണ്. അപ്പോൾ dy/du ആണ് സിമ്പൽ. cos uവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ u. ഇനി നിങ്ങൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. യുവിൻ്റെ റൈറ്റ് സൈഡ് 3 - 5x ആണ്. അപ്പോൾ u ഈസ് എ ഫംഗ്ഷൻ ഓഫ് x എന്ന് പറയാം നമുക്ക്. അപ്പോൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ du/dx എന്ന് വരും. ത്രീ കോൺസ്റ്റൻ്റ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. -5 × x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 5 × 1 എന്ന് വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പം dy/du കിട്ടി, du/dx കിട്ടി. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. dy/du × du/dx മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -sin u × -5 എന്ന് വരും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിയും ഡിയും ക്യാൻസൽ ആയിട്ട് dy/dx എന്ന് വരും. ഇത് മൈനസ് പ്ലസ് ആണ്. 5 ആദ്യം എഴുതാം. അപ്പോൾ 5 sin u. u എന്ന് പറയുന്നത് 3 - 5x. ഇതാണ് ആൻസർ. ഈ പ്രോബ്ലം y = എന്ന് എഴുതണം. y = tan √x എന്ന് എഴുതി. എന്നിട്ട് √x പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇമ്പോർട്ടൻ്റ്. ഒരു പ്രോബ്ലം കാണുമ്പോൾ അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ √x പകരം നിങ്ങൾ u എന്ന് കൊടുക്കുന്നു. y = tan u എന്ന് വരും. y = tan u എന്ന് വരും, u = √x എന്ന് വരും. എന്നിട്ട് tan uവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ sec² u. ലെഫ്റ്റ് സൈഡിൽ dy/du. ഡെറിവേറ്റീവ് ഓഫ് tan u sec² u. ഇനി അടുത്ത യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. u എന്ന് പറഞ്ഞാൽ √x ആണ്. √x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/2 √x. ഇനി ഈ രണ്ട് ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് dy/du × du/dx, റൈറ്റ് സൈഡ് sec² u × 1/2 √x. du ഗോട്ട് ക്യാൻസൽ. dy/dx = sec² u. sec² u എന്ന് പറഞ്ഞാൽ sec² √x. Answer 6 square root x by 2 root x.
അടുത്ത പ്രോബ്ലം y ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർഡ് എക്സ്. സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഹോൾ സ്ക്വയർഡ്. എന്നിട്ട് സൈൻ എക്സിന് പകരം നിങ്ങൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ സൈൻ എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ മനസ്സിലോട്ട് വരണം ഒരു പ്രോബ്ലം കണ്ടാൽ ഉടനെ. എന്നാലേ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം കൂടുതൽ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ അതൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വരൂ. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർഡ് എക്സിനെ നിങ്ങൾ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതി. എന്നിട്ട് സൈൻ എക്സിന് പകരം യു എന്ന് കൊടുത്തു. അപ്പോൾ y ഈസ് ഈക്വൽ ടു യു സ്ക്വയർഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു യു സ്ക്വയർഡ് എന്ന് കിട്ടി, യു ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/du. y എന്ന് പറഞ്ഞാൽ യു സ്ക്വയർഡ് ആണ്. യു സ്ക്വയർഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത പോലെ തന്നെയാണ് 2x എന്ന് വരും. ഇവിടെ 2u എന്ന് വരും. എന്നിട്ട് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. യു എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് എക്സ്. ഇനി നിങ്ങൾ ഈ രണ്ട് ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. dy/du എന്ന് പറഞ്ഞാൽ 2u ആണ്. du/dx എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ 2u cos x. u എന്ന് പറയുന്നത് sin x ആണ്. du വെട്ടിപ്പോവും. അപ്പോൾ dy/dx 2 ഇൻറ്റു യുവിന് പകരം sin x. ഇതാണ് ആൻസർ. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ പ്രോബ്ലം ടാൻ എക്സിൻ്റെ √tan x-ൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ y ഈസ് ഈക്വൽ ടു √tan x എന്ന് എഴുതണം. ടാൻ എക്സിന് പകരം u എന്ന് കൊടുക്കണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു √u എന്ന് വരും. u എന്ന് പറയുന്നത് ടാൻ x ആണ്. ഇനി ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് y dy/du. √uവിൻ്റെ ഡെറിവേറ്റീവ് 1/2 √u. അടുത്ത യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടാൻ എക്സ്, യു എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആ. ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ sec²x. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy/du ഇൻറ്റു du/dx. റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 √u ഇൻറ്റു sec²x. ഇനി ഡിയും ഡിയും ക്യാൻസൽ ആയി പോകും. dy/dx √u എന്ന് പറഞ്ഞാൽ √tan x ഇൻറ്റു sec²x. ഇതാണ് ആൻസർ. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഇതും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ആദ്യം cos³ 2x. ആദ്യം നമ്മൾ y ഈസ് ഈക്വൽ ടു cos³ 2x എന്ന് എഴുതണം. cos³ 2x-ന് നമുക്ക് cos 2x ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. cos 2x ദി ഹോൾ ക്യൂബ്. cos 2x-ന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. cos 2x-ന് പകരം u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം y ഈസ് ഈക്വൽ ടു u³ എന്ന് വരും. ഇവിടെ u എന്ന് പറയുന്നത് cos 2x ആണ്. എക്സ് അല്ല. cos x ആണെങ്കിൽ ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ cos 2x ആണ്. 2x വരുമ്പോൾ 2x-ന് പകരം മറ്റൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 2x-ന് പകരം v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ y is equal to u cube y is equal to u cube, u is equal to cos 2x and cos v, cos 2x is equal to v. U is equal to cos v and v is equal to 2x. First differentiate y with respect to u, we get dy by du. This is equal to u cube, derivative of u cube. U cube is of the form x cube. Derivative of x cube is 3x squared. Therefore, derivative of u cube is 3u squared. Then differentiate u is equal to cos v. Therefore, u is a function of v. Differentiate u with respect to v. That is, find du by dv. Derivative of cos x is sin x, minus sin x. Therefore, derivative of cos v is minus sin v. Then v is equal to 2x. Therefore, v is a function of x. Differentiate v with respect to x. We get a dv by dx. dv by dx is equal to derivative of 2x. 2 into derivative of x. Derivative of x is 1. Therefore, 2 into 1. Then multiply all these three expressions. Multiply dy by du, du by dv and dv by dx. Right side 3u squared into minus sin v into 2. Here du got cancelled and dv got cancelled. Left side is dy by dx. This minus 3 into 2, 6, minus 6 into u. U is equal to cos 2x. Minus 6 into u is cos 2x square into sin v. V is 2x, sub sin 2x. This is the answer. Next problem, assume that sec root x is equal to y. Therefore, y is equal to sec root x. Sec root x can be expressed as sec root x the whole cube. Then substitute sec root x is equal to u. Here u is a function of root x. Therefore, put root x is equal to v. So, we get y is equal to sec root u. Root x is sec root x. Sec root x is same as u cube. Therefore, y is equal to u cube and u is sec root v, root x is v. Therefore, u is sec root v and v is equal to root x. The first differentiate y with respect to u, we get a dy by du. Next, differentiate u with respect to v, du by dv. Derivative of sec v is sec v tan v. Next, differentiate v.
with respect to x. Derivative of root x is 1 by 2 root x. Therefore, dv by dx is equal to 1 by 2 root x. Then multiply all these three expressions. Left side dy by du, du by dv and dv by dx. Right side 3u squared du by dv is then multiply right side 3u squared sec v tan v into 1 by 2 root x. U is same as sec root x. Here du got cancelled, dv got cancelled, answer dy by dx. 3 into u is same as sec root x, therefore sec root x the whole square into v is same as root x, therefore sec root x into tan root x into 1 by 2 root x. This is the answer. Next problem, y is equal to root cosec 2x. Replace cosec 2x by u. Therefore, put cosec 2x is equal to u. Therefore, y is equal to root of cosec 2x. Cosec 2x is u. Therefore, y is equal to root u. And u is equal to cosec 2x. Then replace 2x by v. Therefore, put 2x is equal to v. Differentiate y with respect to u. Y is equal to root u. Therefore, you differentiate y with respect to u. dy by du is equal to derivative of root u. Derivative of root u is 1 by 2 root u. Then u is equal to cosec 2x. 2x is same as v. Therefore, u is equal to cosec v and v is equal to 2x. Then dy by du is equal to 1 by 2 root u and u is equal to cosec v. You differentiate u with respect to v. We get du by dv. Du by dv is equal to derivative of cosec v. Derivative of cosec v is same as minus cosec v into cot v. Then v is equal to 2x. Differentiate v with respect to x. We get dv by dx is equal to right side derivative of 2x. Derivative of 2x is 2 into 1. Then multiply dy by du, du by dv and dv by dx. Left side dy by du, du by dv and dv by dx is equal to right side 1 by 2 root u into minus cosec v into cot v into 2. 2 got cancelled. Left side du got cancelled. dv got cancelled. Left side become dy by dx. And right side is minus cosec v. V is 2x. Therefore, v is sorry, vx equal to 2x, not root x. V is equal to 2x. Therefore, minus cosec 2x into cot 2x divided by root of cosec 2x. This is the answer. Next problem, y is equal to cot raised to 5x cube, which is same as cot x cube the whole raised to 5. Put cot x cube is equal to u. Therefore, we get y is equal to u raised to 5 and u is equal to cot x cube. Then replace x cube by v. Therefore, we get y is equal to u raised to 5, u is equal to cot x cube. Cot x cube same as cot v and v is equal to x cube. Then next step, differentiation. Differentiate y with respect to u and differentiate u with respect to v and differentiate v with respect to x. Derivative of y is derivative of u raised to 5. U raised to 5 is 5 u raised to 4. Differentiate u with respect to v. We get du by dv is equal to derivative of cot v is minus cosec squared v. Next, derivative of v. Derivative of v is dv by dx. Derivative of x cube is 3x squared. Next, multiply dy by du, du by dv and dv by dx. Is equal to
multiplication of right side 5 u raised to 4 into minus cosec squared v into 3x squared. U is same as cot x cube. 5 into minus into 3 minus 15. U is same as cot x cube, therefore cot x cube is all raised to 4 into cosec squared v is x cube into x squared. We already multiply 5 and 3, therefore remaining x squared. This is the answer. This is difficult. This problem is difficult. This problem is a question.